അപ്പോഴത്തെ നമ്മൾ വിട്ടുകാട്ടിലൂടെ മുമ്പോട്ട് പോവുകയാണ്. സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന കുറച്ച് ദൂരം നമുക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ യാത്ര ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. അതിന് തൊട്ട് താഴെ ഒരു ചോലയാണ് കാണുന്നത്. വന്യമൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാൻ വരുന്ന ഒരു ചോലയാണിത്. പക്ഷേ രാവിലെ ആയതുകൊണ്ട് ആരെയും കാണുന്നില്ല, എല്ലാവരും കയറി പോയെന്ന് തോന്നുന്നു. അപ്പോൾ ഈ കാടിനുള്ളിലൂടെ നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. വിട്ടുകാട്ടിലൂടെ ഒരിക്കലൊരു 9 കിലോമീറ്റർ കൂടി ഇനി പോകാനുണ്ട്. ഇവിടെ കുറച്ച് ഭാഗം സ്ട്രെയിറ്റ് ആണ്. അത് കഴിഞ്ഞതിന് ശേഷം വലിയൊരു കാട്ട് കയറാനുണ്ട്. അപ്പോൾ അത് കയറി ഉച്ചയാകുമ്പോഴത്തേനും ഈ വിട്ടുകാട്ട് ക്രോസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വരുന്ന വഴിയിൽ ഒരു പശുവിനെ ലെപ്പേഡ് അടിച്ചിട്ടിരിക്കുന്നതുണ്ട്. അതിനെ ഇപ്പം ഒരാൾ തുണിയിട്ട് മൂടി വെച്ചിരിക്കുന്നതുണ്ട്. അതിൻ്റെ മുഖമാണ് അടിച്ച് പൊട്ടിച്ച് പകുതി നിന്നിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് വീഡിയോ എടുക്കുന്നത് ശരിയല്ല. കാരണം ഫോറസ്റ്റിനുള്ളിൽ നമ്മൾ മൃഗങ്ങൾ ചത്ത് കിടക്കുന്നതിൻ്റെയോ എല്ലാം വീഡിയോ എടുത്താൽ അത് വലിയ കേസാവും. അതുകൊണ്ട് വീഡിയോ എടുത്തില്ല. അപ്പോഴത്തേ ഇന്നലെ ആൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കിടന്നിടത്തുനിന്ന് 1 കിലോമീറ്റർ ഇപ്പുറത്ത് വരെ ആളുണ്ടായിരുന്നു. അപ്പോൾ അവരിവിടെ എവിടെയെങ്കിലും കാണും. അപ്പോൾ നമ്മൾ പതിയെ മുന്നോട്ട് പോവുകയാണ്. കുഞ്ഞിതേ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. ചീവീടുകളുടെ നല്ല സൗണ്ടാണ് കേട്ടോ. കുറേ നമ്മൾ ഇവിടുത്തെ കാട്ട് മൗണ്ട് ആബു കയറിയതിന് ശേഷം ചീവീടുകളുടെ ഒരു വലിയ സൗണ്ട് കിട്ടുന്നത് ഇപ്പോഴാണ്. നമ്മൾ കാടിനുള്ളിലൂടെ പതിയെ സൈക്കിൾ തള്ളാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കൂടുതലും കല്യാണ പരിപാടി നടക്കുന്നതുകൊണ്ട് മഹാരാഷ്ട്ര വണ്ടികളാണ് കൂടുതലും പോകുന്നത്. മഹാരാഷ്ട്രയിലൊക്കെ ബിസിനസ് നടത്തുന്ന ആൾക്കാരുടെ സ്വന്തക്കാരുടെ കല്യാണവും അവരുടെ മക്കളുടെ കല്യാണവും ഒക്കെ നടക്കുന്ന സമയമാണ്. അപ്പോഴത്തെ നിബിഡ വനങ്ങളിലോട്ട് നമ്മൾ കയറി. വേനൽക്കാലം ആയതുകൊണ്ടാണ് ഇത് തളിർക്കുന്നതേ ഉള്ളൂ. തളിർക്കുന്ന സമയമാണ്. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല പച്ചപ്പ് നിറയുന്ന സ്ഥലങ്ങളാണ്. വേനൽക്കാലത്തും പച്ചപ്പ് ഉണ്ടാകുമെന്നാണ് താഴെ സാർമാർ പറഞ്ഞത്. അപ്പോഴത്തെ ഈ കാനനഭംഗിയൊക്കെ ആസ്വദിച്ച് ഞാനും കുഞ്ഞിയും പതിയെ മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ ചൂട് കൂടി വരുന്നുണ്ട്. ചൂട് കൂടി വരിക എന്ന് പറഞ്ഞാൽ സൂര്യൻ തെളിഞ്ഞ് ഒന്ന് വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ 8 മണി ആയതേ ഉള്ളൂ. അപ്പോഴത്തെ നിബിഡ വനമാണ്. അപ്പോൾ ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് ഞാനങ്ങ് പോവുകയാണ്. ഇവിടെയൊക്കെ ലെപ്പേഡുകളുള്ള സ്ഥലമാണ്. അതിൻ്റെ ഒരു പേടിയുണ്ട്. എന്നാലും നമുക്ക് പോയാലേ പറ്റൂ. നമുക്ക് കാഴ്ചകളിലേക്ക് പോകണമെങ്കിൽ ഇച്ചിരി റിസ്ക്കൊക്കെ എടുക്കണം. അപ്പോൾ ഈ ഏരിയയിലൂടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വല്ലപ്പോഴും വരുന്ന വണ്ടികൾ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് ഇതുങ്ങൾ വന്നാലും അറിയുകയില്ല. വെയിലായതുകൊണ്ട് കൂളിംഗ് ഗ്ലാസ് വെക്കാതിരിക്കാനും പറ്റുകയില്ല. തീർച്ചയായും നല്ല കണ്ണീര് പോലത്തെ വെള്ളം കേട്ടോ. കണ്ണീര് പോലത്തെ വെള്ളമാണ്. അപ്പോഴത്തെ മുകളിലേക്കൊക്കെ ആ മരങ്ങളൊക്കെ തളുത്ത് വരുന്നതേ ഉള്ളൂ. ഇവിടെ അത് തന്നെയാണ് അവസ്ഥ. ഈ ഒരു ഭംഗിയുള്ള മരങ്ങളാണിത്. ഇതുപോലത്തെ മുൾച്ചെടികളല്ല, ഇത് മറ്റൊരു മരമാണ്. ഇതിൻ്റെ ചെറിയ ഇലകളാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോഴത്തേ നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. ബിസ്ക്കറ്റൊക്കെ കഴിച്ച് അവൾ സുഖമായിട്ട് കിടക്കുന്നുണ്ട്. കുഞ്ഞി സുഖമാണോ അതോ സുഖമാണോ? ഓ, ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് അല്ലേ? എന്നാൽ പോയേക്കാം. പോകാം. ഓക്കെ. മനോഹരമായൊരു നീർച്ചാൽ കേട്ടോ. നീർച്ചാലിൻ്റെ സമീപത്ത് നമ്മൾ റെസ്റ്റ് ചെയ്യുകയാണ്. ഇച്ചിരി കഴിഞ്ഞ് പോകാമെന്ന് വെച്ചു. നല്ല പച്ചപ്പുള്ളൊരു സ്ഥലം. ഇത്ര മനോഹരമാണെന്ന് നോക്കി. ഈ നീർച്ചാലിൻ്റെ സൈഡിലാണിത്. അപ്പോഴത്തെ നിബിഡ വനത്തിൻ്റെ ഒരു ഏരിയയാണ്. കാരണം ഇപ്പോൾ തളിർക്കുന്ന സമയമായതുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇത് മുഴുവൻ ഷെയ്ഡ് വന്ന് മൂടുന്ന സ്ഥലമാണ്. അപ്പോഴത്തെ 2 പേര് നമ്മളെ അറിയുന്നതാണെന്ന് തോന്നുന്നു. കൈവക്കി കാണിച്ചിട്ട് പോയി. അപ്പോൾ ഇത് ഈ തളിർപ്പ് വരുന്ന സമയമാണ്. ചെടികളെല്ലാം തളിർത്ത് വരുന്ന സമയമായതുകൊണ്ട് ആ ഒരു ഇരുട്ട് കിട്ടുന്നില്ല. മൊത്തം തെളിച്ചമാണ്. കുറച്ച് ദിവസങ്ങളിലൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം ഇരുണ്ട് കൂടും. ഇതുപോലെയാവും. പിന്നെ ഇവിടെ മൊത്തം ഓരോ മനുഷ്യനെ പോലും ഉള്ളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. മൃഗങ്ങൾ വന്നാലും കാണാൻ പറ്റില്ല. ഇപ്പം മുകളിലൊക്കെ മൃഗങ്ങൾ നിന്ന് എന്നെ വീക്ഷിക്കുന്നുണ്ടാവും. അവരൊക്കെ തണലത്തൊക്കെ കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. എന്നാലും നമ്മൾ പതിയെ മുന്നോട്ട് യാത്ര തിരിക്കുകയാണ്. അവർ വരുവാണെങ്കിൽ ഒരു നേരത്തെ ആഹാരം കിട്ടുമോയെന്നറിയില്ല. കാരണം എല്ലാം കടിച്ച് അവരുടെ പല്ല് പോകുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പതിയെ മുന്നോട്ട് പോകാം. ഉള്ളിലാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് മനോഹരമായൊരു ക്ഷേത്രമാണ്. ഏതുണ്ടോ? മനോഹരമായ ഒരു ക്ഷേത്രം. സ്വർണം പൂശിയിരിക്കുന്ന ഒരു ക്ഷേത്രം. ഇത്ര മനോഹരമാണെന്ന് നോക്കി. അപ്പോഴത്തെ ഈ ആശ്രമത്തിലാണ് ഞാൻ ഇത്രയും നേരം റെസ്റ്റ് ചെയ്തത്. മനോഹരമായൊരു ആശ്രമം, മനോഹരമായൊരു ക്ഷേത്രവും ഇതോടൊപ്പം സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഈ ആശ്രമത്തിൽ നിന്നും നമ്മൾ പതിയെ യാത്ര തിരിക്കുകയാണ്. സ്വർണം പൂശിയ ഒരു ക്ഷേത്രം.
2 ആനകൾ കാവൽ നിൽക്കുന്നൊരു ക്ഷേത്രം. നല്ല ഭംഗിയുണ്ട് കാണാൻ. രാജസ്ഥാനിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അത് മറ്റെങ്ങുമല്ല, പിപ്ലാദ്രി എന്നുള്ള ഒരു ഗ്രാമത്തിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ എൻ്റെ പുറകിൽ കാണുന്ന മലകളുടെ അടിവാരങ്ങളിലൂടെ ചുറ്റിക്കറങ്ങി ഏകദേശം 30 കിലോമീറ്റർ ഇനി എനിക്ക് പോകാനുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഒരു തടാകം, ഒരു ചെറിയ തടാകം. അതിൻ്റെ സമീപത്തുകൂടിയാണ് ഈ വഴി കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ കൃഷിയൊക്കെ കാണാൻ പറ്റും. പുൽകൃഷിയും മറ്റ് പച്ചക്കറി കൃഷിയൊക്കെയാണ് കാണാൻ പറ്റുക. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേക തരത്തിലുള്ള, നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള കിണർ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ ഗ്രാമത്തിലെ കിണറാണിത്. ഈ കാണുന്ന കിണർ ഇത് കണ്ടോ, അത് കാളകളെ വെച്ചിട്ട് ആ ഒരു കിണറിൻ്റെ ആ ചക്രം കറക്കും. അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നത് കാളകളെ വെച്ചുള്ള ആ ഒരു ചക്രം കറക്കാനുള്ള ഭാഗമാണ്. ഇതിൻ്റെ അകത്ത് പാട്ട നമ്മുടെ ഓയിൽ കഴിക്കാൻ വെച്ചിട്ട് ആ ഒരു ചക്രം കറങ്ങുന്നതിനനുസരിച്ച് വെള്ളം മുകളിലേക്ക് വന്ന് ഈ പാത്തിയിലേക്ക് വന്ന് വീഴും. അതിനുശേഷം കൃഷിസ്ഥലത്തേക്ക് കറങ്ങി വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുക. ഇതുണ്ടോ, അതാണ് ആ ഒരു ചക്രം, കാളയെ കിട്ടുന്ന ചക്രം. ഇത് വെള്ളം കോരുന്ന സ്ഥലം, ഇത് വെള്ളം വരുന്ന സ്ഥലം. അപ്പോൾ ഈ കാഴ്ച ഒരു അസുലഭ കാഴ്ചയായിട്ട് എനിക്ക് കിട്ടിയിരിക്കുകയാണ്. ഇവിടെ ധാരാളം മാവും വാഴയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് വാഴ കാണുന്നത്. അതുപോലെ തന്നെ ആ കിണർ ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ അടിയിലൂടെയാണ്, ആ മണ്ണിൻ്റെ അടിയിലൂടെയാണ് ആ ചക്രം കറക്കാനുള്ള ആ ഒരു വീലിൻ്റെ അടുത്തോട്ട് ഒരു ഷാഫ്റ്റ് പോകുന്നത്. ഇതാണ് കാളയെ കിട്ടുന്ന ഭാഗം. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് നമ്മളിങ്ങനെ ഈ മലയൊക്കെ കയറി പോവുകയാണ്. അതിൻ്റെ മുകളിലൊക്കെ ക്ഷേത്രങ്ങളാണ് കാണുന്നത്. ഇവിടെ ഒരു ക്ഷേത്രം, അതിൻ്റെ തൊട്ടിപ്പുറത്തൊരു ക്ഷേത്രം. ആ മലയുടെ മുകളിലേക്കാണ് എനിക്ക് എത്തേണ്ടത്. അവിടെ കഴിഞ്ഞാണ് പിപ്ലാദ്രി എന്നുള്ള ആ ഗ്രാമത്തിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഈ വഴി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് കയറി പോകണം. കുറച്ച് ചവിട്ടാം, കുറച്ച് തള്ളാം, അതാണ് അവസ്ഥ. ഇവിടെയൊക്കെ കൺസ്ട്രക്ഷൻ പണികളൊക്കെ നടക്കുന്നത് കാണാം. ഈ ടവറിൻ്റെ മുകളിൽ ഒരു വീട് പണിതുകൊണ്ടിരിക്കുന്നത്. ചുറ്റും മലനിരകളാണ് കേട്ടോ, മലനിരകൾ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ എങ്ങനെ കയറി ഇറങ്ങി പോകുമെന്നാണ് എനിക്ക് അറിയാൻ മേലാത്തത്. ഇന്ന് തന്നെ മടുത്ത്, നമ്മൾ ദസൂരി എന്നുള്ള മലയൊക്കെ കയറി വന്നപ്പോൾ തന്നെ മടുത്തിരിക്കുകയാണ്. അപ്പോൾ മനോഹരമായ കാഴ്ചകളിലൂടെ ജോപ്പൻ്റെ യാത്ര മുന്നോട്ട് പോവുകയാണ്. നമ്മൾ പിപ്ലാദ്രിയിലേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളാണ് കേട്ടോ. നിറയെ കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങൾ, അതിനുള്ളിൽ ആടുകളെ മേയ്ക്കുന്ന ആളുകൾ. കണ്ട അവിടെയൊക്കെ ഒരാളിരിക്കുന്നുണ്ടോ, ആടിനെ മേയ്ക്കുന്ന ആളാണ്. ആടുകൾ അങ്ങോട്ട് പോയി. ഈ മാവിൻ്റെ അങ്ങേ സൈഡിൽ ആടുകളുണ്ട്. ഇതെല്ലാം മാന്തോട്ടമാണ് കേട്ടോ. കൂടുതലും ഇവിടെ മാന്തോട്ടങ്ങളാണ് കൂടുതലും കാണാൻ പറ്റുന്നത്. അവിടെയൊക്കെ ആടുകൾ മേഞ്ഞ് നടക്കുന്നത് കാണാം. അങ്ങകലെ ആ ഭാഗത്തൊക്കെ ആടുകൾ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയ മലനിരയാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ വന്യജീവികളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ നിറയെ മാന്തോപ്പുകളാണ്, മാന്തോട്ടങ്ങളുടെ ഒരു ഭയങ്കര ഏരിയ തന്നെ. ആര്യവേപ്പ് മാവ് ഇപ്പം നമ്മുടെ ഒരു വയനാട്ടിലൊക്കെ ചെന്ന പോലെയുള്ള ഒരു കാഴ്ചയാണ്. പക്ഷേ കുന്നുകൾ അങ്ങനെയല്ല, മൊത്തക്കുന്നുകളായിട്ടുള്ള കുന്നുകളാണ് കൂടുതലും കാണുന്നത്. ഇതുണ്ട്, നല്ല രസമുണ്ട് കാണാൻ, മനോഹരമായൊരു പ്രദേശം. കയറ്റം തള്ളിക്കയറ്റി വന്നതുകൊണ്ടാണ് കേട്ടോ സംസാരിക്കുമ്പോൾ ചെറിയൊരു ശ്വാസം മുട്ടലുള്ളത്. അപ്പോൾ കയറ്റങ്ങളാണ്, ചെറിയ കയറ്റങ്ങൾ കയറിയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഇനി കുറച്ച് ഫ്ലാറ്റ് ഉണ്ട്, അത് കഴിഞ്ഞ് പിന്നെ ആ സൈഡിലോട്ട് കയറ്റമാണ്. നിറയെ ആ പച്ച കളറിൽ കാണുന്നത് മുഴുവൻ മാവുകളാണ്. അങ്ങ് മുകളിലൊക്കെ കാണുന്നുണ്ടോ, അതൊക്കെ മാവാണ് കേട്ടോ, ആ ഒറ്റപ്പെട്ട് നിൽക്കുന്നതൊക്കെ. അപ്പോൾ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഈ മനോഹരമായ പ്രദേശത്തൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കിടന്ന സ്ഥലത്തുനിന്ന് ഞാനിങ്ങ് പോന്നു കേട്ടോ. ഇവിടെ അടുത്തൊരു സ്കൂളിലാണ് കിടന്നത്. അതുകൊണ്ട് നമ്മൾ അടുത്തുള്ള വീട്ടുകാരോട് ചോദിച്ചിട്ടാണ് അവിടെ കിടന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തില്ല. അതുപോലെ തന്നെ അവിടെ കറണ്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ മലമ്പ്രദേശത്തൂടെ ഞാനിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തികച്ചും വിജനമായ റോഡൊക്കെയാണ്. ഇതുണ്ടോ, രാവിലെ സൂര്യൻ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. അങ്ങനെ ഈ മാവുകളാണ്, ഇവിടെ മുഴുവൻ മാവാണ് കേട്ടോ. ഈ നിൽക്കുന്നതെല്ലാം മാവാണ്. ഇതുണ്ടോ, ഇതൊക്കെ ഓരോരുത്തരുടെ കൃഷിഭൂമിയാണ് കേട്ടോ. മഴക്കാലത്ത് മാത്രം ഗോതമ്പ് കൃഷി നടത്തുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ മലയുടെ കാഴ്ചകളിലൂടെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പേടിച്ചാണ് അവിടെ കിടന്നത്. വീട്ടുകാരും
അപ്പുറത്തുള്ള ക്ഷേത്രത്തിലെ ആളുകൾ എന്നോട് പറഞ്ഞു ഇവിടെ പുള്ളിപ്പുലി ഇറങ്ങുന്ന സ്ഥലമാണ്, അതുകൊണ്ട് പട്ടിക്കുട്ടീനെ സൂക്ഷിച്ചോണമെന്ന് പറഞ്ഞു. പിന്നെ അയൽവക്കത്തുള്ള കുട്ടികളൊക്കെ വന്നിട്ട് പറഞ്ഞു കുഞ്ഞിനെ സൂക്ഷിച്ചോണേ എന്ന് പറഞ്ഞിട്ട് പോയതാണ് പിള്ളേർ. അവരോ വിചാരിച്ച ഞാൻ കൂടിന് വെളിയിൽ ഇറക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മൾ കൂടിന് വെളിയിലൊന്നും കുഞ്ഞിനെ ഇറക്കിയില്ല. അങ്ങനെ ആ കാണുന്ന മലഞ്ചെരുവിൻ്റെ സമീപത്തു നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അത് കണ്ടോ, അവിടെ 1-2 വീടുകൾ കണ്ടോ, ആ മലയുടെ താഴെയാണ്, അടിവാരത്താണ് ആ ഒരു സ്കൂള്. ഇപ്പോൾ ഒരു 3 കിലോമീറ്റർ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഞാനിങ്ങനെ യാത്ര മുന്നോട്ട് പോവുകയാണ്. ഇനി ഒരു 2 കിലോമീറ്റർ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹൈവേയിലെത്താൻ പറ്റും. ഹൈവേയിലെത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു ക്ഷേത്രമുണ്ട്, ഒരു ഹനുമാൻജിയുടെ ക്ഷേത്രം. അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇന്നുമായിട്ട് എൻ്റെ ദൈവമേ, ഈ ചുരങ്ങൾ തള്ളുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടം തന്നെയാണ് കേട്ടോ. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഇത് കണ്ടോ, ഈ വഴിയൊക്കെ കണ്ടോ, ഇതിങ്ങനെ കുത്തനെ ഇറങ്ങിയത്തെ ആ വലിയ കയറ്റം കയറണം. ഇനി ഇങ്ങനത്തെ താഴ്ചയും കയറ്റവും തന്നെയാണ്. അതോടൊപ്പം തന്നെ ചില സ്ഥലങ്ങളിൽ വളവ് കൂടി കയറ്റം വരും. ഇപ്പോൾ അതൊരു ചെറിയ കയറ്റമാണ്, പക്ഷെ അത് കഴിഞ്ഞ് വളവ് കൂടി കയറ്റങ്ങൾ വരും. അപ്പം നമുക്ക് വലിയ ബുദ്ധിമുട്ടാവും. മാവ് ഇങ്ങനെ കൊഴുത്ത് തളുത്ത് നിൽക്കുന്നൊരു മാവ് കണ്ടോ, എന്താ രസമല്ലേ. നിറച്ച് കായാണ് കേട്ടോ. ആ ഇതായിട്ട് നിൽക്കുന്ന ഇത് കണ്ടോ, മാങ്ങ കിടക്കുന്നുണ്ടോ, എന്താ രസം എന്ന് നോക്കി. നിറയെ ഉണ്ട്, എല്ലായിടത്തും ഇത് തന്നെയാണ് കാഴ്ച. അപ്പോൾ ഈ കാഴ്ചയൊക്കെ കണ്ട് നമ്മൾ പതിയെ മുന്നോട്ട് പോവുകയാണ്. ഇന്നലെ നമ്മൾ കണ്ട ഒരു കിണർ ഞാൻ വളരെ അകലെ നിന്ന് കാണിച്ചിരുന്നു. അതിൻ്റെ ഒരു സിസ്റ്റം തൊട്ടടുത്ത് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ആ കിണറിൻ്റെ ഒരു സെറ്റപ്പ്. ഈ തടി ഇതാണ് കിണർ. ഈ മലയടിവാരത്ത് ഉള്ളൊരു കിണറാണ്. ഇത് കണ്ടോ, ഇത്രയും താഴ്ചയിലാണ് ഈ കിണർ. വെള്ളമില്ല, പക്ഷേ ഈ റിങ്ങിൽ അവർ ബക്കറ്റ് വെക്കും. ബക്കറ്റ് വെച്ചിട്ട് ഇത് വേറൊരു രീതിയിലുള്ളതാണ്. ഇതിൽ ബക്കറ്റ് ചരടിട്ട് കെട്ടിയിട്ട് താഴേക്ക് വിടുന്ന പരിപാടിയാണ്. അതിൽ വെള്ളം കയറി വരുവാണ് ചെയ്യുന്നത്. കയറി വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു പാത്തി വെക്കും. ഇവിടെ ഒരു പാത്തി വെച്ചിട്ട് അങ്ങോട്ട് വെള്ളം ഒഴുക്കി വിടുന്ന പരിപാടിയായിരുന്നു. ഇതിപ്പോഴില്ലെന്ന് തോന്നുന്നു. അപ്പം ഈ കിണറ്റിൽ വെള്ളമൊന്നുമില്ല. അപ്പം ഇതാണ് അതിൻ്റെ ഒരു സിസ്റ്റം. പഴയകാലത്തെ ഒരു വളരെ പഴക്കമുള്ള സാധനമാണ്. ഇത് കണ്ടോ, കരിങ്കല്ലാണ്. കരിങ്കല്ലിൻ്റെ പാളിയുടെ മുകളിലാണ് ഈ സാധനം കയറ്റി വെച്ചിരിക്കുന്നത്. എന്നിട്ട് അതിൽ നിന്നൊരു റിങ് ഇങ്ങോട്ട് ഇട്ടിട്ട് ഇത് കണ്ടോ, ഇതിൻ്റെ സിസ്റ്റം കണ്ടോ, ഇരുമ്പ് പട്ട അടിച്ച് കയറ്റിയിട്ട് റിങ്ങാണ്. എന്നിട്ട് അത് വന്നിട്ട് ഇവിടെ നിന്ന് ഇതിലും ഇങ്ങനെ ലോക്കായി കറങ്ങുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഒരു ഗിയർ സിസ്റ്റം. അകത്തു നിന്നൊരു വലിയ ഷാഫ്റ്റാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ആ ഷാഫ്റ്റിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഈ ഒരു ഈ തണ്ടിൻ്റെ ഈ സൈഡിലും ആ സൈഡിലും ഓരോ കാളകളെ കെട്ടും. എന്നിട്ട് കാളകൾ ഇങ്ങനെ ഇതിന് റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനിങ്ങനെ റൗണ്ട് ചെയ്ത് ആ കറങ്ങുന്നതിനനുസരിച്ച് ആ തൊട്ടികൾ മുകളിലോട്ട് കയറി വരും. ആ ഒരു ഇത് പണ്ട് കാലത്ത് ഒട്ടകത്തിൻ്റെ തോലായിരുന്നു അവർ സഞ്ചിയായിട്ട് ഉപയോഗിച്ചിരുന്നത്. ആ തോല് ഇങ്ങനെ കയറി വന്ന് ഇവിടെ വരുമ്പം അവർ വെള്ളം ഇതിലോട്ട് ഒഴുക്കി വിടുന്ന ഇതാണ്. ഇവിടെ നിന്നൊരു ചാല് പോവും. ഇവിടെ നിന്നൊരു ചാലിങ്ങനെ അങ്ങോട്ട് പോവും. അതിലൂടെ വെള്ളം ഒഴുകി പോകുന്ന ഒരു രീതിയായിരുന്നു. അപ്പോൾ ഇത് അടുത്ത് കണ്ടപ്പോഴത്തേനും ഞാൻ എടുത്തതാണ്. വലിയൊരു കിണറാണ് കേട്ടോ, കുളമാണ്, ഒരു വലിയ കുളം. സമ്മതിക്കണം, അന്നത്തെ കാലത്തെ മനുഷ്യർ വെള്ളത്തിന് വേണ്ടി രാജസ്ഥാനിൽ എന്തേരം കഷ്ടപ്പെട്ടിരുന്നു. അതുപോലെ കഷ്ടപ്പെടുന്ന ഒരു ഏരിയയിലോട്ടാണ് ഞാനിനി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് കണ്ടോ, ഇവിടെ ഗോതമ്പ് കൃഷി കഴിഞ്ഞ ഭൂമിയാണ്. 2ാം വിളവ് അവർ ഗോതമ്പാണ് ചെയ്യുന്നത്. ആദ്യ വിളവ് നെല്ലുമാണ് ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിലൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ നിന്നാണ് പാട്ട് കേൾക്കുന്നത്. അപ്പോൾ മനോഹരമായ രാജസ്ഥാൻ്റെ ഒരു ഭൂപ്രകൃതി. വെള്ളമില്ലാത്ത ഈ സ്ഥലത്ത് അത് കണ്ടോ, ആളുകൾ കൃഷി ചെയ്യുന്നുണ്ടോ, അത് പുതിയ ഗോതമ്പ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനോഹരമായ പ്രദേശം. അപ്പോൾ കുഞ്ഞിയും സൈക്കിളും ഇവിടെ റെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ പതിയെ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രാജസ്ഥാൻ്റെ മണ്ണിലൂടെ, രാജസ്ഥാൻ്റെ മലനിരകളിലൂടെ
നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഒരു മാസം കൂടി കഴിഞ്ഞാൽ ഇതെല്ലാം ഇല കൊഴിഞ്ഞ് കമ്പ് മാത്രമായിട്ട് നിൽക്കും. അതുവരേ ഉള്ളൂ വെള്ളത്തിൻ്റെ ഒരു സാധ്യത. ഞാനിവിടെ ചോദിച്ചപ്പോൾ മനസ്സിലാക്കിയതാണ്. അത് കഴിഞ്ഞ് ഇവർ കുഴൽക്കിണർ കുത്തിയിട്ടുണ്ട്. അതിൽ നിന്നാണ് വെള്ളം അടിച്ചത്. ഇതുണ്ട്, ഇത് ഈ ചാലൊക്കെ ഇത് തീ കത്തിച്ചിട്ടിരിക്കുന്നതാണ്. ഇവിടെ ചെറിയ ചെറിയ നമ്മുടെ തടങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്താണ് ഗോതമ്പ് കൃഷി ചെയ്യുന്നത്. കാരണം വെള്ളം കൂടുതൽ കയറി അത് വെള്ളം ഒരുപാട് വേസ്റ്റായി പോകാതിരിക്കാൻ വേണ്ടി ചെറിയ ചെറിയ ചാലുകളാക്കി നമ്മൾ ഇഞ്ചിക്കണ്ണം വെട്ടുന്ന പോലെ ആ ഒരു തട വെക്കും. തട വെച്ചിട്ട് അവിടെയാണ് അവർ അത് ഇപ്പം അതിൻ്റെ അകത്ത് കത്തിച്ചിട്ടിരിക്കുന്നതാണ്. പുല്ല് കത്തിച്ച് കളയുന്നതാണ്. കത്തിച്ച് കളഞ്ഞതിന് ശേഷം അടുത്ത കൃഷി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് ചെറിയ വെള്ളം മതിയാവുന്ന കൃഷികളാണ്. അതോടൊപ്പം തന്നെ വീടിൻ്റെ മുകളിൽ മേയാനുള്ള ഇതൊക്കെ കമ്പൊക്കെ ഇവർ മേളിൽ നിന്ന് വെട്ടിക്കൊണ്ട് പോകുന്നതാണ്. ഒരു പുല്ലാണ്, ഒരു പ്രത്യേകതരം പുല്ലാണ്, നല്ല ഷാർപ്പായിട്ടുള്ള പുല്ല്. അപ്പോൾ അതുമായിട്ട് കുറേ പേര് ഇങ്ങനെ നടന്നു പോകുന്നത് കണ്ടു. ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.